ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ഭാഗ്യവാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ പൂർണ്ണനാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ഭാഗ്യവാ. നീയൻ സർവനീതിയും ആയിത്തീർന്നതായ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. സുവിശേഷത്തിൽ കാണുന്ന 3 പടകുകൾ ആണ് നമ്മുടെ ധ്യാന വിഷയം. 3 പടകുകൾ. ഒന്നാമത്തെ പടക് യേശു ഇല്ലാത്ത പടക്. രണ്ടാമത്തെ പടക് യേശു ഉറങ്ങുന്ന പടക്. 3 യേശു ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യേശു ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന പടക്. യേശു ഇല്ലാത്ത പടക്, യേശു ഉറങ്ങുന്ന പടക്, യേശു സജീവമായി പ്രവർത്തിക്കുന്ന പടക്. ഒന്നാമത്തെ പടക് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കാം. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തൻ്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബേത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു.
കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് അവൻ കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നവരെ കടന്നുപോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് അവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു പടകിൽ കയറി. കാറ്റ് അമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു ബെത്സയിദയിലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം നിവർത്തിച്ചതിൻ്റെ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അവരെ പറഞ്ഞയച്ചു. ബാക്കിയുള്ള ജനത്തോടും പിരിഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു മലയിലേക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കയറിപ്പോയി. ശിഷ്യന്മാരെ പടകിൽ കയറി തുഴഞ്ഞ് അക്കരയ്ക്ക് പോവുകയാണ്. ഗലീല കടലാണ് രംഗം. രാത്രിയാണ്. അവർ മുന്നോട്ട് തുഴഞ്ഞു. കടലിൻ്റെ നടുകിലെത്തി. ശക്തിയേറിയതായ കടൽക്ഷോഭം, കാറ്റും ഓളവും തിരമാലയും. ശിഷ്യന്മാർക്ക് നല്ല പരിചയമുള്ളതായ കടലാണ്. എത്രയോ കാലം അവർ മീൻപിടുത്തത്തിന് വേണ്ടി രാവും പകലും ആ ഗലീല കടൽ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവരെത്ര തുഴഞ്ഞിട്ടും അല്പം പോലും പടക് മുന്നോട്ട് നീക്കുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു ഇത് കണ്ടു. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു പയ്യെ അവിടെ നിന്ന് ഇറങ്ങി വെള്ളത്തിൻ്റെ മീതെ നടന്നു. കാറ്റിനെയും ഓളത്തെയും തിരമാലകളെയും കാൽ കീഴാക്കി പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവായ യേശുക്രിസ്തു ആടി ഉലയുന്ന പടകിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കുകയാണ്. രാത്രിയിൽ ഒരു ചെറിയ നിഴൽ പോലെ ഒരു രൂപം, ഒരു മനുഷ്യരൂപം നടന്ന് 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 പടകിൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടു. അവർ വിറച്ചുപോയി, പരിഭ്രമിച്ചു പോയി. ഭൂതമെന്നാണ് അവർ വിചാരിച്ചത്. സകല അന്തരീക്ഷവും പ്രതികൂലമാണ്. അവിടെ അനേകര് വള്ളം മുങ്ങി മരിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചുപോയ ആരുടെങ്കിലും ഭൂതമായിരിക്കുമോ എന്നാണ് അവരുടെ ഭയം. രാത്രിയാണ്, നല്ല കൂരിരുട്ട്, കൊടും കാറ്റാണ്. വള്ളത്തിൽ വെള്ളം നിറഞ്ഞു മുങ്ങുമാറായി. ഇപ്പോൾ ഇതാ ഭൂതവും കൂടി. എന്തു ചെയ്യണ്ടു? എല്ലാം തീർന്നെന്നാണ് അവർ വിചാരിച്ചത്. അക്കരെ എത്തുകയില്ല എന്ന് മാത്രമല്ല, നടുക്കടലിൽ മുങ്ങിച്ചാകുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവർ ഭയവിഹ്വലരായി ഞെട്ടിവിറച്ച് നിൽക്കുന്ന സമയം ഒരു മനോഹര സ്നേഹ ശബ്ദം, ധൈര്യപ്പെടുവീൻ, മക്കളെ ഞാനാകുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവമക്കളെ, എൻ്റെ ഉള്ളം ത്രസിക്കുകയാണ്. ഞാനീ പറയുന്ന യേശു ഇന്നും ജീവിക്കുന്നു. 48-ാമത്തെ വാക്യം എന്നെ ധൈര്യപ്പെടുത്തുന്നതാണ്. 6:48. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ച് വലയുന്നത് അവൻ കണ്ട്. അവർ പടകിൽ തണ്ടു വലിച്ച് വലഞ്ഞ് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാതെ മരണത്തോട് മല്ലടിക്കുന്നത് കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന്. ദൈവത്തിന്റെ സ്തോത്രം. യേശു കണ്ടു. അതുപോലെ നിങ്ങൾക്ക് ദൈവത്തിന് മഹത്വം. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ പൊന്നുതമ്പുരാൻ കാണുന്നില്ലേ? നിങ്ങൾ അതാത് സ്ഥലത്ത് ഇരിക്കുന്നതിൻ്റെ കർത്താവ് കാണുന്നില്ലേ? കരുണയുള്ള കണ്ണ് എന്നെ കാണുന്നില്ലേ? കാക്കുന്ന കരമെൻ്റെ അടുക്കലേക്ക് അടുത്തു വരുന്നില്ലേ? ഞാൻ അനാഥനല്ലല്ലോ. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനല്ലേ കർത്താവായ യേശുക്രിസ്തു. എന്നെ ഈ കാലങ്ങളിൽ ഏറ്റവും ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ് കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹീസ് വെരി സെയിം അൺചേഞ്ചിങ് ജീസസ്. അന്ന് കർത്താവായ യേശുക്രിസ്തു അത് കണ്ടടുത്തു വന്നു. കാറ്റിനെയും ഓളത്തെയും തിരമാലകളെയും ശാസിച്ചു. അതേ കർത്താവ് മാറ്റമില്ലാത്തവനായി ശക്തിയോടെ ഇന്നും ജീവിക്കുന്നില്ലേ?
അവൻ നാളെയും കാണുകയില്ലേ? അവൻ കരുതുന്ന കരമുള്ളവനല്ലേ? ഏതോളത്തെയും കാൽ കീഴാക്കി നടന്നടുത്ത് വരാൻ പറ്റിയതായ കാലുള്ളവനല്ലേ? സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ളവനല്ലേ? ഹല്ലേലൂയ. കരുണയുടെ കണ്ണുമായി, ദൈവത്തിൻ്റെ സ്തോത്രം, സ്നേഹത്തിൻ്റെ കാലുകളുമായി, കാക്കുന്ന കരവുമായി നടന്നടുത്ത് വരുന്ന ഒരു യേശു ഇന്നും ജീവിക്കുന്നില്ലേ? ദൈവമക്കളെ, നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണോ യേശു? ജീവിതത്തോണി വലഞ്ഞ് അക്കരെ എത്താൻ വിഷമിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ലോകമാം ഗംഭീര വാരുതിയിൽ വിശ്വാസക്കപ്പലിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ജീവിതത്തോണി ഉലയുന്ന രംഗങ്ങൾ വരികയില്ലേ? അത് മരണമായിരിക്കാം, രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, കുടുംബത്തിലെ വഴക്കുകളായിരിക്കാം, മറ്റുള്ളവരിലുള്ള ഉപദ്രവമായിരിക്കാം, ദൈവത്തിൻ്റെ സ്തോത്രം, പ്രകൃതിയിലേതായ ക്ഷോഭമായിരിക്കാം. എന്തെല്ലാം തരത്തിൽ അന്തരീക്ഷം കലുഷിതമാകാം. ജീവിതത്തോണി ഉലയ്ക്കുന്നതായ എന്തെല്ലാം കാറ്റും കൊടുങ്കാറ്റുകളും വരാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, വളരെ സുഖപ്രദമായ ഒരു കാലടികളല്ലല്ലോ നമ്മുടെ മുമ്പിൽ ഉള്ളത്. ദൈവമക്കളെ, എങ്കിലും എൻ്റെ കർത്താവ് കാണുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവനോട് ഇരിപ്പുറയ്ക്കാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റു. എൻ്റെ ശിഷ്യന്മാർ വലയുന്നു, വിഷമിക്കുന്നു, വേദനിക്കുന്നു, നശിക്കാൻ പോകുന്നു. യേശു വെള്ളത്തിന്മീതെ, വള്ളമില്ല, വെള്ളത്തിന്മീതെ നടന്നു വരികയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തകർത്ത് മുന്നോട്ട് എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് സഹായിക്കുവാൻ കരുത്തുള്ളതായ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ എന്തിനു വിഷമിക്കണം? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ജീസസ് ഹു കെയേഴ്സ്. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. പെറ്റതള്ളയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. പെറ്റതള്ള മറന്നാലും മറക്കാത്തതായ ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ തന്ന് സ്നേഹിച്ചൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. ജീവൻ തന്ന് സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. വചനം തന്ന് നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. വഴി ഇതിലെ നാലോചന പറഞ്ഞു തരുന്നതായ തൃത്വത്തിൽ മൂന്നാനായിരിക്കുന്ന ആത്മാവുണ്ട്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ സുരക്ഷിതമാണ്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു വലയുന്നവരെ കണ്ട് അടുത്തെത്തി. ദൈവത്തിന് സ്തോത്രം. ഈ ലോകമാം ഗംഭീര വാരുതിയിൽ യാത്ര ചെയ്യുന്ന ജീവിത തോണികളുടെ ആണ് നമ്മൾ ഓരോരുത്തരും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിടാം. കരുതാൻ മക്കളെ ഒരു യേശുവുണ്ട്. യേശു നടന്നു വന്നു, അടുത്തു, പടകിൽ കയറി. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്നു, പടകിൽ കയറി, കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ദൈവത്തിന് സന്തോഷിച്ചു. ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യേശു അകത്ത് വന്നാൽ മാത്രമേ ഭയം മാറുകയുള്ളൂ. ഞാൻ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ. യേശു ഇല്ലാതെ യാത്ര ചെയ്യരുത്. യേശു ഇല്ലാതെ ഒരടി എടുത്തു വെക്കാനായിട്ട് ഇടവരുത്. എലീശ പ്രവാചകന്റെ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന ഇടം ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. അതൊന്ന് അല്പം വിപുലീകരിക്കണം, കുറച്ചുകൂടെ വലുത് പണിയാണ്. അതിന് കുറച്ച് മരം വെട്ടാൻ ഞങ്ങൾ ഒന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് നമുക്ക് അനുകരിക്കാൻ കൊള്ളാം. വായിച്ച് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. ദൈവത്തിന് ഞങ്ങൾ തന്നെ പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾക്ക് വാക്കത്തിയുണ്ട്, ഞങ്ങൾക്ക് വെട്ടാൻ കരുത്തുണ്ട്. പക്ഷേ എലീശ പ്രവാചകൻ ഞങ്ങളുടെ കൂടെ പോകണം. ദൈവസാന്നിധ്യമില്ലാതെ ഒരു അടിയെടുത്ത് വെക്കാൻ കരുത്ത് നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോശ ഇസ്രായേൽ മക്കളെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവത്തിൻ്റെ നിയമപ്രകാരം ഇറങ്ങാൻ പുറപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. എന്താ പറയുന്നത്? 33 എടുത്ത് പുറപ്പാട് 33, പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ നീ പുറപ്പെടുവിക്കരുത്. 33-ന്റെ 15. ദൈവത്തിൻ്റെ സ്തോത്രം.
അവനോട്, മോശ ദൈവത്തോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാമോ? നിങ്ങളുടെ കരുത്തും തൻ്റെ ഇടമെല്ലാം തകരും ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്കും ചങ്കത്ത് കൈവച്ച് പറയുവാൻ ഒരു വാക്കുണ്ടായിരിക്കണം. എൻ്റെ ദൈവത്തെ മറന്ന ദൈവത്തെ കൂടാതെ ഞാൻ ഒരടി എടുത്തു വെച്ചതായി സാക്ഷിക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമോ ഒരു വഴിയോ എൻ്റെ ജീവിതത്തിലില്ല. നിങ്ങളത് കേട്ടോ? അത് പലർക്കും ഇതൊന്ന് തിരുത്താനായിട്ടുണ്ട്. ഞാൻ ദൈവത്തെ മറന്നും ദൈവത്തെ കൂടാതെയും ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചതായ ഒരു വഴിയോ ഒരു സ്ഥലമോ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിനെ പിരിഞ്ഞൊരടി എടുത്തു വെക്കാത്ത ജീവിതമായിരിക്കണം നമ്മളുടേത്. ദൈവത്തിന് സ്തോത്രം. ജീവിതയാത്രക്കാരെ യേശു കൂടെയുണ്ടോ? കർത്താവിന് കരം പിടിച്ചാണോ നടക്കുന്നത്? കർത്താവിൽ മറഞ്ഞാണോ നടക്കുന്നത്? ആര് വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ശത്രു ഊടാടി നടക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. വാക്ക് വിത്ത് ക്രൈസ്റ്റ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടക്കണം. യേശുവില്ലാത്ത പടക് അക്കരെ എത്തുകയില്ല. യേശുവില്ലാത്ത പടക് പ്രതികൂല കാറ്റിൽ തകർന്ന് തരിപ്പണമാകും. യേശുവിനെ നിങ്ങളുടെ ജീവിത പടകിനകത്ത് കയറ്റണം. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് അക്കരെ സ്വർഗ വീട്ടിലെത്തുവാൻ ദൈവം വഴി തുറക്കും. ഒന്ന്, യേശു ഇല്ലാത്ത പടക്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ പടക് ഏതാണ്? നമുക്ക് വായിക്കാം. മർക്കോസ് 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ളതായ വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ യേശു ആ പടകിലുണ്ട്, പക്ഷേ യേശു ഉറങ്ങുകയാണ്. കർത്താവായ യേശുക്രിസ്തു പടകിൽ നിന്നുകൊണ്ട് മർക്കോസ് 4-ന്റെ ആദ്യം പറയും, തൻ്റെ ജനത്തോട് സംസാരിച്ചു, സുദീർഘം വചനം കൊടുത്തു. ജനം ധാരാളം കരയിൽ നിന്നത് കേട്ടു. യേശു ക്ഷീണിതനായി. ഗന്നേസരാത്ത് തടാകമാണ് രംഗം. ഗലീലക്കടലെല്ലാം ഒന്ന് തന്നെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഉപദേശമെല്ലാം കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോവുകയാണ്. പാവം കർത്താവായ യേശുക്രിസ്തു ക്ഷീണിതനാണ്. അമരത്ത് കടന്ന് ഉറങ്ങിപ്പോയി. ശിഷ്യന്മാർക്ക് അറിയാമല്ലോ. പടക് വലിച്ചു, തണ്ടു വലിച്ചു, അക്കരയ്ക്ക് പോവുകയാണ്. 37-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വലിയൊരു ചുഴലിക്കാറ്റ്, വലിയൊരു ചുഴലിക്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇതിനെ മാത്രം ചുറ്റിയടിക്കുകയാണ്. ഈ പടകിനെയും അതിൻ്റെ പരിസരത്തിൽ മാത്രം ചുറ്റിയടിക്കുന്നതായ കാറ്റ്. വട്ടം കറങ്ങിയാണ് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരുമുള്ളതായ ആ പടക്. വലിയ കാറ്റും ഓളവും വലിയ തിരമാലയും ആഞ്ഞടിക്കുന്നു. പടകിനകത്തേക്ക് വെള്ളം കയറി പടക് മുങ്ങുമാറായി. പക്ഷെ കർത്താവ് ഒന്നും അറിയണില്ല. കർത്താവായ യേശുക്രിസ്തു ക്ഷീണിതനായി ഒരു ചെറിയ തലയണയിൽ തലവെച്ച് ചായച്ചവിടെ എല്ലാം മറന്നു ഉറങ്ങുകയാണ്. ഇപ്പോൾ ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ശിഷ്യന്മാർ, ഞങ്ങൾ മരിക്കും, തീരും, മുങ്ങും. ശിഷ്യന്മാർ ചോദിച്ചു, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഞങ്ങൾ നശിച്ചു പോകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നൊരു ചോദ്യമായിരുന്നു അത്. 4:38 വായിച്ച്. 4:38. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. വേദനിപ്പിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. യേശു ഉണർന്നു. എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ചില മർമ്മങ്ങൾ അതിനകത്തുണ്ട്.
നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചിന്തിച്ച് നോക്കിക്കേ. വലിയ കാറ്റ്, വലിയ തിരമാല, പടക ആടി ഉലയുന്നു, വെള്ളം ഇങ്ങനെ വന്ന് പടക് മുങ്ങുമാറാകുന്നു. യേശു മുഴുവൻ നനഞ്ഞു കാണൂലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ പോലെ മഴക്കോട്ടൊന്നും ഇട്ടുകൊണ്ടല്ലോ കർത്താവ് കിടക്കുന്നത്. ഇതൊന്നും കർത്താവിനെ ഉണർത്തിയില്ല. പക്ഷേ ഈ ആടി ഉലയുന്നതായ പടകിൽ വേദനിച്ച് എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഭയവികലരായി കരയുന്ന ശിഷ്യന്മാരുടെ അയ്യോ ഞങ്ങൾ നശിക്കുന്നു എന്നുള്ള ആ കരച്ചിലിൻ്റെ ശബ്ദം യേശുവിനെ ഉണർത്തി. എന്നെ ത്രസിപ്പിക്കുന്ന പറഞ്ഞ എന്തുകൊണ്ടെന്നറിയാമോ? ഒരു പാവപ്പെട്ട ദൈവത്തിൻ്റെ ഉള്ളം തൊട്ടുള്ള കരച്ചിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉണർത്തുന്നതാണ്. അനേകരുടെ ജീവിതത്തിൽ യേശു ഉണ്ട്, പക്ഷേ യേശു ഉറങ്ങിക്കിടക്കുകയാണ്. യേശുവിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. യേശു സജീവമല്ല. ചെറിയ തിരി കത്തുന്നുണ്ട്, പക്ഷെ ആളി കത്തുന്നില്ല. ഉഷ്ണമാനമല്ല ശീതമാനം ഇല്ലാതെയാണ് അനേകർ ഇന്ന് കഴിയുന്നത്. ജീവിതപ്പടക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. നിന്റെ ജീവിതത്തെ ഉരയ്ക്കുന്ന പാപവും പൈശാചികമായിരിക്കുന്ന അനേക പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകാൻ തടസ്സമായി നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ തിരിച്ചറിയണം. കർത്താവ് ശക്തിയോടെ പ്രവർത്തിക്കുവാൻ തക്കൊണ്ട് നിങ്ങൾ കരയണം. മദ്യപാനികളായിരിക്കുന്ന ചിലർ അക്കരയ്ക്ക് പോകാൻ വേണ്ടി വന്നു. രാത്രിയിലാണ്, മദ്യഷാപ്പിൽ നിന്നാണ് വരുന്നത്. അവർ രണ്ടുപേരും വള്ളത്തിനകത്തേക്ക് കയറി. പക്ഷെ ഇവർ വള്ളത്തിൽ കയറി കയറ് കുറ്റിയടിച്ച് മരത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്നത് അവർ അഴിച്ചില്ല. കയറ് ബന്ധം വിച്ഛേദിച്ചില്ല. നന്നായിട്ട് തുഴയുന്നുണ്ട്. വള്ളം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നും വലയുന്നുമുണ്ട്. നേരം വെളുക്കുവോളം തുഴഞ്ഞിട്ടും എത്തിയില്ല. ദൈവമക്കളെ, നിങ്ങളുടെ ചില ബന്ധനങ്ങൾ അഴിയണം. നിങ്ങളുടെ ജീവിതത്തിൽ തീ ആളിക്കത്തണം. ബന്ധനക്കെട്ടുകൾ പൊട്ടണം. യേശു ശക്തിയോടെ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കണം. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. ഞാൻ യേശുവിനോട് കൂടെയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ആളിക്കത്തുന്ന അനുഭവത്തിലാണോ നിങ്ങൾ? ജ്വലിക്കുന്ന അനുഭവത്തിലാണോ നിങ്ങൾ? ആരാധന സ്വർഗസന്നിധിയിൽ ചെന്ന് എത്തുവാൻ തക്കവണ്ണം ദൈവത്തെ വിശുദ്ധിയുടെ കാര്യങ്ങൾ ഉയർത്തി ആരാധിക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമെന്നറിയാമോ? വിചാരമില്ലാത്ത കർത്താവെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമില്ല എന്ന് പറയല്ലേ? അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ സകല ചിന്താവലും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഞാൻ ഈ വാർദ്ധക്യത്തിൽ ഇവിടെ നിന്ന് ഈ സാക്ഷിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയട്ടെ, എന്നെ എൻ്റെ പൊന്നു കർത്താവ് നിലത്ത് വെക്കാതെ കാത്ത് കരുതി നടത്തി. ജീവിതത്തിൻ്റെ ഓളങ്ങളും തിരമാലകളും ജീവിത തോണി ആടി ഉലഞ്ഞ് നശിക്കുവാൻ തക്കോണം ശക്തിയോടെ വന്ന് വീശിയപ്പോൾ കരുതാൻ രണ്ട് കരങ്ങൾ എന്നെ ഇതുവരെയും കാത്തു പരിപാലിച്ച് പെറ്റതുള്ള കൊച്ചിനെ കൊണ്ടു നടക്കുന്നവർ കൊണ്ട് നടന്നു. ഹല്ലേലൂയ, അവൻ എന്നെ കരുതി. സാധു സുന്ദർ സിംഗ് ഒരിക്കൽ വനാന്തരത്തിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് ഊടുവഴിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു സന്ത സഹചാരിയുമുണ്ട്. എന്തോ ഒരു കല്ല് കിടക്കുന്ന പോലെ തോന്നി. അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. സന്ധ്യയാവാറായി. ദൈവത്തിന് സ്തോത്രം. ആ വഴിയിലെ കല്ല് തട്ടി നീക്കുന്ന പോലെ സാധു സുന്ദർ സിംഗ് കൊണ്ട് ആ വഴിയിൽ കിടന്ന കല്ലങ്ങ് തട്ടി നീക്കി. അത് കല്ലായിരുന്നില്ല, ഒരു ചത്തു വെന്ത് കിടക്കുന്ന ഒരു കോഴിയായിരുന്നു. ഒരു വലിയ കോഴി. അതവിടെ ചത്ത് അതിൻ്റെ പപ്പെല്ലാം കത്തിക്കരിഞ്ഞു പോയി. അതിൻ്റെ സ്കിൻ മാത്രമേ കാണാവുള്ളൂ. സാധു സിംഗ് തട്ടി മാറ്റിയപ്പോൾ അതിനകത്ത് നിന്ന് 5, 6, 7 കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ ഓടി 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 പോകുന്നു. ആ വലിയ കോഴി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയില്ല. വലിയൊരു കാട്ടുതീ വന്നു. കൊക്കോ എന്ന് വിളിച്ച് കുഞ്ഞുങ്ങളെല്ലാം അടുത്ത് ചേർത്തു, ചിറക് വിരിച്ചു. അതിൻ്റെതായ ആ വയറ്റിൻ്റെ താഴെ, ആ ഇറച്ചിയുടെ താഴെ ആ കോഴി കുഞ്ഞുങ്ങളെ ഒതുക്കി നിർത്തി അങ്ങനെ ഇരുന്നു. തീ ഓടി കത്തി വന്നു. ഈ തള്ളക്കോഴി വെന്തുപോയി. പക്ഷേ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായിരുന്നു. ദൈവത്തിന് കോഴി ചത്തു, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ജീവനുണ്ട്.
ദൈവമക്കളെ, ഞാൻ ജീവിക്കുന്ന എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ, ചേർക്കുന്നത് പോലെ എൻ്റെ പൊന്നു കർത്താവ് ബാല്യം മുതൽ ഇന്ന് വരെയും എന്നെ കാത്തു പരിപാലിച്ചു. ഞാൻ എങ്ങനെ വചനം പറയാതിരിക്കും? യേശു നല്ലവനാണെന്ന് എങ്ങനെ ഞാൻ സാക്ഷിക്കാതിരിക്കും? നന്ദിയോടെ സ്തോത്രം. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂട്ടായ്മയിലെ ദൈവമക്കളെയും എൻ്റെ കർത്താവായ യേശു ക്രിസ്തു കാത്തു പരിപാലിച്ച് പോറ്റി വാത്സല്യത്തോടെ നടന്ന വിധങ്ങളെ ഓർത്താൽ ദൈവമക്കളെ കരുതുന്ന ദൈവമുണ്ട് എന്ന് എങ്ങനെ സാക്ഷിക്കാതിരിക്കാൻ പറ്റും? യേശു മറക്കുന്നവനല്ല, ദൈവത്തിന് ജീവൻ തന്ന് സ്നേഹിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വേദനിച്ചു. നിനക്ക് വിചാരമില്ലയോ? വിചാരമുള്ളത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കാറ്റമർന്നു, കടൽ ശാന്തമായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രണ്ടുപേരെയാണ് ശാസിച്ചത്. ആരെയൊക്കെന്നറിയാമോ? ഒന്ന് കാറ്റിനെയും കടലിനെയും ഓളത്തെയും ശാസിച്ചു, ശാന്തമായി. അതുപോലെ ശിഷ്യന്മാരുടെ അവിശ്വാസത്തെയും ശാസിച്ചു. അടിസ്ഥാന വിശ്വാസമാണ് ദൈവമക്കളെ. എന്നെ നടത്താനൊരു ദൈവമുണ്ട്, എന്നെ കരുതാനൊരു ദൈവമുണ്ട്. അവൻ കരുത്തോടെ ശക്തിയോടെ, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ അധികാരത്തോടെ വാഴണം. കർത്താവായ യേശു ക്രിസ്തു ജീവനില്ലാത്തവർക്ക് ജീവനും ജീവനുള്ളവർക്ക് സമൃദ്ധിയായി ജീവൻ നൽകുന്നവനാണ്. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളിൽ ശക്തീകരിക്കുക. യേശു ഉണർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ജീവിത പടക് അക്കരയെത്തും. യേശു ഉറങ്ങുന്ന പടക്. മൂന്നാമത്തെ പടക് ഏതാണ്? ലൂക്കോസ് 5-ാം അധ്യായം 1 വാക്യം വായിച്ച്. ലൂക്കോസ് 5-ാം അധ്യായം 1 വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. കർത്താവായ യേശു ക്രിസ്തു ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുന്നു. ആളുകളെല്ലാം ചുറ്റും കൂടിയിട്ടുണ്ട്, തിക്കി തിരക്കി നിൽക്കുകയാണ്. അപ്പോൾ യേശു നോക്കിയപ്പോൾ ആ ഓരത്ത് തന്നെ, കടലിൻ്റെ ഓരത്ത്, തീരത്ത് തന്നെ 2 പടകുകളുണ്ട്. അത് ഒന്ന് പത്രോസിൻ്റെയാണ്. വായിച്ചു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്നവനോട് അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ശീമോന്റെ പടക് അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വാതന്ത്ര്യത്തോടെ ആ പടകിലേക്ക് കയറി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ യേശു പടകിലാണ്, ശീമോൻ പത്രോസും പടകിലേക്കുണ്ട്. ജനം തിക്കിക്കൂടി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവായ യേശു ക്രിസ്തു ശീമോനോട് പറഞ്ഞു, പടക് കരയിൽ നിന്ന് അല്പം കടലിലേക്ക് നീക്കാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വം. കർത്താവായ യേശു ക്രിസ്തു ജനത്തെ അഭിമുഖമായി കണ്ടുകൊണ്ട് സംസാരിച്ചു. യേശു ഉപയോഗിക്കുന്ന പടക്, യേശു ജീവിക്കുന്ന പടക്, യേശു പ്രവർത്തിക്കുന്ന പടക്. യേശു സ്വന്തം വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന പോലെയാണ് ശീമോന്റെ പടകിലേക്ക്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുവാനുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം ഞാൻ. നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് പറയാമോ? കർത്താവെ, ഞാനും എനിക്കുള്ളതെല്ലാം നിനക്ക് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കുവാൻ ഇതാ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും, ഐ ആം എവർ അവൈലബിൾ ടു ജീസസ്. കർത്താവ്, എന്നെ തന്നെയല്ലേ ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. എൻ്റെ വീട് നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ വാഹനം നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ ശബ്ദം നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ പേഴ്സ് നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ വിദ്യാഭ്യാസം നിനക്ക് തന്നിരിക്കുന്നു, എൻ്റെ കഴിവുകൾ നിനക്ക് തന്നിരിക്കുന്നു. ഏത് വേണമെങ്കിലും കർത്താവേ നീ സ്വതന്ത്രമായി എടുത്ത് ഉപയോഗിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ദി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കരയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അല്പം വിട്ടു നിൽക്കണം. കര എന്ന് പറയുന്നത് ലോകമാണ്. ലോകസ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന ദൈവമക്കളോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഈ അവസ്ഥയിൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. എന്നെ സുവിശേഷത്തിൻ്റെ വാക്താവാക്കി മാറ്റണമെങ്കിൽ ലോകത്തിൽ നിന്ന് ഞാൻ അല്പം ഒന്ന് വിട്ടേ മതിയുള്ളൂ. ഡോക്ടർ ജെ വെർത്തോൺ ഇപ്രകാരം പറഞ്ഞു, ദൈവവചനം വിതറി മീൻ പിടിക്കുന്ന പടകുകളാണ് ഓരോ പ്രസംഗകരും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പടകുകളാണ്. കർത്താവായ യേശു ക്രിസ്തു മീനുള്ളുമ്പോൾ നാറുന്ന മുക്കുവൻ പത്രോസ്ലീഹായുടെ അഴുക്ക് കാണില്ലേ? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പടകല്ലേ? എന്ത് ദുർഗന്ധമായിരിക്കും. എങ്കിലും കർത്താവ് കടന്നു വന്നാൽ മതി.
ദൈവത്തിൻ്റെ സ്തോത്രം. നല്ലവനായതുകൊണ്ടല്ല കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, നല്ലവനാക്കാനായിട്ടാണ്. മറ്റുള്ളവരെ നല്ലവരാക്കാൻ നിന്നിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തു അവരെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ. ഒരു വലിയ മർമ്മം പത്രോസികായെ പഠിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പത്രോസിയോട് പറഞ്ഞ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ചല്ല കർത്താവെ, ഒന്നും കിട്ടിയില്ല എന്ന് മറുപടിയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ വളരെ കരുതലോടെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. മരപ്പണിക്കാരനായിരിക്കുന്ന തച്ചനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മീൻപിടുത്തക്കാരായിരിക്കുന്ന പത്രോസിനോട് പറയുകയാണ്. ആർക്കാണ് പരിചയം കടലിൽ? മീൻ പിടിക്കാൻ ആർക്കാണ് പരിചയം? എപ്പോഴാണ് മീൻ കിട്ടുന്നത് എന്ന അറിവ് ആർക്കാണ്? തച്ചനല്ലല്ലോ, മുക്കുവനായിരിക്കുന്ന പത്രോസിനല്ലേ. രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. ശരി, ഞാനൊരു വാക്ക് പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മീൻ എവിടെയാണ് എന്ന് കർത്താവിനറിയാം. അതിനെ വലിച്ച് അടുപ്പിക്കാൻ കർത്താവിനറിയാം. വിളിച്ചു വരുത്താൻ കർത്താവിനറിയാം. പത്രോസ് വീശി വല നിറച്ച് മീൻ കിട്ടി. വലിച്ചാൽ കയറിയില്ലാത്ത വിധത്തിൽ പടക് നിറഞ്ഞു. അടുത്തുള്ള പടകുകാരെയും വിളിച്ചു. ദൈവത്തിന് ആ വള്ളവും നിറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയ ഒരു മീൻപിടുത്തം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിൻ്റെ വചനത്തിന് വാക്കിന് വലയിറക്കി. അനുസരണം അനുഗ്രഹത്തിന് അത്യാവശ്യമാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസമുള്ള പലകിൽ എഴുതി വെക്കണം. അനുഗ്രഹം ഒഴുകി വരുന്നത് അനുസരണത്തിലൂടെയാണ്. അനുസരണമില്ലാതെ അനുഗ്രഹമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കിന് വലയിറക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ധാരാളം വചനം കേൾക്കുന്നുണ്ട്, ധാരാളം വചനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ? എന്താണ് ഒന്നും കിട്ടാത്തത്? എന്താണ് നിങ്ങളുടെ ജീവിതം ശൂന്യമായി പോകുന്നത്? അധ്വാനത്തിന് ഫലം ലഭിക്കാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബുദ്ധിയുടെ പ്രമാണത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. നടപടിയായി കിട്ടി. അപ്പോൾ കർത്താവിൻ്റെ കാൽക്കലങ്ങ് വീണു. അതാണ് നന്ദി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാനായിട്ടുണ്ട്. എന്തൊരത്ഭുതമാണ് നടന്നത്. ഞങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും കിട്ടിയില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായൊരു വചനം തന്നു, അനുസരിച്ചു, ഫലം കിട്ടി. എൻ്റെ വെള്ളവും നിറഞ്ഞു, മറ്റുള്ളവരുടെ വെള്ളവും നിറഞ്ഞു. പങ്കുവെക്കുന്ന ഒരു അനുഭവം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവർക്കും അതിൻ്റെ ഓഹരി കൊടുക്കുകയാണ്. ഈ അത്ഭുതം നേരിട്ട് കണ്ട് രുചിച്ചപ്പോൾ ഇതിന് മുഖാന്തരമായിരിക്കുന്ന കർത്താവിൻ്റെ കാൽക്കൽ പത്രോസിനെ അങ്ങ് വീണു. ഇവൻ ആരാണ്? കാറ്റും കടലും അനുസരിക്കുന്നവൻ, ദൈവത്തെ മീൻ പോലും അനുസരിക്കുന്നവൻ. താവേ, ഞാൻ പാപിയാവുന്നു, നീ എന്നെ വിട്ടു പോകണമേ എന്ന് പറയുകയാണ്. യേശുവിനെ അകറ്റിവിടാനല്ല, തേജമയനായ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ നിൽക്കാൻ ഞാൻ ആര്? ഈ പടകിൽ എത്താവേ നീ നിൽക്കുന്നു, എനിക്കിവിടെ നിൽക്കാൻ യോഗ്യതയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നന്ദിയുണ്ടായി, പാപബോധമുണ്ടായി, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ടായി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം എന്താണ് പറഞ്ഞത്? മനുഷ്യനെ പിടിക്കുന്നത്. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചേ. യേശു ശീമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി, പാപബോധം കൊണ്ട് കാൽക്കൽ വീഴുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ കൃപയുടെ രുചി അനുഭവിച്ച് നന്ദി പറയുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ സ്തോത്രം. ഇവൻ കൊള്ളാമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് വ്യക്തമായി മനസ്സിലായി. ജീവനുള്ള മീനെ പിടിച്ച് കൊല്ലുന്ന ഒരു പണിയല്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മാവിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് ജീവൻ്റെ ശക്തി പകർന്നു കൊടുക്കുവാൻ ഞാൻ നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കാൻ പോവുകയാണ്. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ പിടിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് ഉയർത്തി. ദൈവമക്കളെ, നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ആവൃത്തികെട്ട പടകിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഇതാ കയറി വരുന്നു. അവിടെ അത്ഭുതം നടക്കുന്നു. ജീവിത പടക് ഇപ്പോൾ നിങ്ങൾക്ക്
കർത്താവിന് വേണ്ടി ഇന്ന് തുറക്കാമോ? ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കും ഇപ്പോൾ ഹൃദയം ഒന്ന് തുറക്കാമോ? ആ യേശുവിനെ ചങ്കത്ത് പേറിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകൾ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. കർത്താവെ, മീനുളമ്പാണ്, അശുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, പാപമുണ്ട്, ദുർഗന്ധമുണ്ട്. എങ്കിലും കർത്താവെ, എനിക്ക് കഴുകാൻ സാധ്യമല്ല. നീ തങ്കച്ചോരയുമായി എൻ്റെ ചങ്കിനകത്തേക്കൊന്ന് കടന്നു വരണമേ. നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കാമോ? യേശു കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, എന്നെ മനുഷ്യനെ പിടിക്കുന്ന സുവിശേഷ വേലക്കാരനാക്കി മാറ്റണമേ. ഞാൻ നിന്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്. എന്നെയോ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. നിന്റെ തങ്കച്ചോരയല്ല എന്നെ വിശുദ്ധീകരിക്കണമേ. നിനക്ക് പ്രയോജനമുള്ള പാത്രമാക്കി എന്നെ മാറ്റണമേ. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.